എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ പവർ മെഷീൻ്റെ വീഡിയോൻ്റെ അടിയിൽ നൂലിടുന്നത് ഒന്നുകൂടി കാണിക്കാമോ എന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യം മാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നൂലിടുന്നത് കാണിക്കുന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നൂലിടുന്നത് കണ്ട് നോക്കാം. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നൂല് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം. കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് കണ്ടോ ഇതുപോലൊരു കുറ്റി ഉണ്ടാവും. അതിൽ നമുക്ക് ഇതിലൂടെ ആദ്യം അങ്ങോട്ടൊന്ന് കോർക്കാം. അതുപോലെ ഒന്നുകൂടെ ആ നൂലിനെ പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ കോർത്ത് വെച്ചതുപോലെ എസ് ആകൃതിയിലായിരിക്കും നൂല് കിടക്കുന്നുണ്ടാവുക. അതിന് ശേഷം നമുക്ക് ഇത് കണ്ടില്ലേ, ഈ ഫൂട്ടിലൂടെ നമുക്കിത് കോർത്തെടുക്കാം. അപ്പോൾ നല്ല വലിച്ച് കോർക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കുടുങ്ങി കിടക്കും. അതിന് ശേഷം നമ്മൾ ഇതിന് താഴത്തേക്ക് എടുക്കുക. ആ കമ്പീൻ്റെ ഉള്ളിലൂടെ താഴത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് വലിയ കമ്പീൻ്റെ അടിയിലൂടെ കോർത്ത് മുകളിലേക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കണ്ടില്ലേ, ഈ ഹോളിലൂടെയാണ് അടുത്തത് കോർക്കുന്നത്. അപ്പോൾ ഒരുവിധം മെഷീൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിലൂടെ ഇതാക്കിയെടുക്കുക. പിന്നെ ഇപ്പോഴത്തെ കണ്ടോ സൂചിയുടെ മുകളിലൊരു ഹോളുണ്ട്. അതിലൂടെ കോർത്തതിന് ശേഷം നമ്മൾക്ക് സൂചിയിലൂടെ നൂല് കോർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പവർ മെഷീനിൽ നൂലിടുന്നത്. അതിനുശേഷം ബോബിൻ, നമ്മൾ ഹൈ സ്പീഡിൻ്റെ ബോബിനും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. സാധാ മെഷീൻ ഉപയോഗിച്ചാൽ പവർ മെഷീൻ ഉപയോഗിക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കുറ്റി ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊക്കി പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതുപോലെ പിടിക്കുക. കണ്ടില്ലേ, അപ്പോൾ നൂല് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്കിത് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാ മെഷീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു മെഷീനിൽ നമ്മൾ ബോബിനും കേസും ഇടുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കണ്ടോ, നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. കാരണം വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നമുക്ക് ഒറ്റ പ്രസ്സിൽ ഇതിൽ 1 സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ 1 സ്റ്റിച്ചിൽ നമ്മൾ ഒന്നമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് മുകളിലേക്ക് വരും. കണ്ടില്ലേ, ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മളുടെ 2 നൂലും തയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയി വരാം. ബായ്.